ഹായ്, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്. നമ്മള് ഇന്ന് സംസാരിക്കുന്ന വിഷയം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു വിഷയമാണ്. അതായത് ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഇസെറ്റ്. അതായത് നേഹമോൾ എന്നാ ജനിച്ചത്? ഏത് വർഷം ജനിച്ചത്? 11. മോളപ്പോ എന്താണ്? ജെൻസിയാണ്. കുഞ്ഞും അതിനകത്താണ്. പക്ഷെ 1997 മുതൽ 2012 വരെയൊക്കെ, അതായത് ഇപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള, ഇന്നലെ തന്നെ ഒരു കുഞ്ഞു മരിച്ചത് മോളെ വയസ്സുള്ള ഒരു പയ്യനായി ഇന്നലെ മരിച്ചത്. 12 വയസ്സ് മുതൽ പ്രായമുള്ള ആൾക്കാരായി 19 പേര് ഇന്നലെ നേപ്പാളിൽ മരിച്ചു. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം ഉണ്ടായി. മനസ്സിലായോ? ഈ നിരോധനത്തിലൂടെ അപ്പൊ സമൂഹ മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്നറിയാം? ഏതാ? ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ട്വിറ്റർ, എക്സ്. 26 മാധ്യമങ്ങൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഗവൺമെന്റ് നിരോധിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ടിക്ടോക്ക് അങ്ങ് പോയി. ഓർക്കുന്നുണ്ടോ? ഞങ്ങളുടെയൊക്കെ ഒരു സമയത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. ഈ ടിക്ടോക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അശാസ്ത്രീയമായ, അല്ലെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലാതൊക്കെ പുതിയ വേർഷൻസ് ഒക്കെ അവിടെ വരാൻ തുടങ്ങി. ഇതിനകത്തുള്ള ഗവൺമെന്റ് കൊന്നു പിടിച്ചതാ. കാരണം ഗവൺമെന്റ് എന്തിനാണ് ഇതിനകത്ത് പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളെ ചട്ടവിധേയമാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന സംവിധാനമാണ്, ഈ പിടുത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഞാൻ ജനറേഷൻ ഇസഡിനെ പറ്റി, അല്ലെങ്കിൽ ജെൻസിയെ പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ വിഷയം എന്തുവാന്ന് അങ്ങ് പറഞ്ഞു തീർക്കാം. മനസ്സിലാവുന്നു? നിങ്ങൾക്ക് ഓക്കെ, നമ്മുടെ ലിയോണെ കൂടെ കാണിച്ചേക്കാം. ഓക്കെ, അതായത് കഴിഞ്ഞ ഒരാഴ്ച ഈ സാമൂഹ്യ മാധ്യമ നിരോധനം ഇവിടെ ഉണ്ടാക്കി. എവിടെ? നേപ്പാളില് 26 സാമൂഹ്യ മാധ്യമങ്ങളാണ് ഇവര് നിരോധിച്ചത്. അവരോട് അതിന്റെ എന്തുകൊണ്ട് നിരോധിച്ചെന്നുള്ളത് അവര് പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോ വ്യാജ വാർത്തകളും വ്യാജ പ്രചരണം ഒഴിവാക്കാൻ, സാമൂഹ്യ മാധ്യമങ്ങളെ ചട്ടവിധേയമാക്കാൻ, അതോടൊപ്പം തന്നെ ഒരു സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ വേണ്ടി ഒക്കെയാണ് ഇത് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ മൊത്തം സന്തോഷങ്ങളെയാണ് ഇത് കെടുത്തിയത്. അവര് യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ ജീവിതം കെട്ടിപ്പടുത്തി വെച്ചേക്കുക. നമ്മൾ പറയുന്നതിന്റെ കൂട്ടല്ല, ഈ ന്യൂജൻ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ ജെൻസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുക. മനസ്സിലാവുന്നു? അവർക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമേ ഇല്ല. അങ്ങനെ വരുമ്പോ ഇവർക്ക് മെന്റലി സ്ട്രെസ് ആവും. മനസ്സിലാവുന്നു? ഇത് അങ്ങനെ അവിടുത്തെ യൂത്ത് എല്ലാം കൂടെ ഒരുമിച്ച് പാർലമെന്റിനെതിരെ സമരം ചെയ്തു, അങ്ങോട്ട് യാത്ര നടത്തി. അതാണ് ഒരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറി. മനസ്സിലായോ? അവിടുത്തെ പ്രധാനമന്ത്രി ആരാന്നറിയാമോ? ശർമ്മ ഒലി എന്ന് പറയുന്ന ഒരാളാണ്, KP ശർമ്മ ഒലി. മനസ്സിലായോ? അപ്പൊ അദ്ദേഹവും ഈ ഇതിന് മുൻകൈ എടുത്തതിന്റെ കാരണം യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി പഴയ കാലഘട്ടത്തിന്റെ ഒട്ടൊന്നും ഭരിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. മനസ്സിലാവുന്നു? അതുകൊണ്ടാണല്ലോ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. അതാരാന്ന് വെച്ചാൽ അത് ഇവിടുത്തെ നാഷണൽ കോൺഗ്രസിന്റെ ആൾക്കാർ, അവര് ഘടകകക്ഷികളായിരുന്നു. അതാണ് രമേശ് ലേഖകൻ എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ ഹെഡായിട്ടുള്ളത്. അയാൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കുട്ടികൾ മരിച്ചത് വലിയ ഒരു പ്രതിസന്ധി നേപ്പാളിൽ ഉണ്ടായിക്കഴിഞ്ഞു. കാഠ്മണ്ഡുവിലൊക്കെ പല സ്ഥലങ്ങളിൽ. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ആണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഇതിനെ ബന്ധിക്കണം. ഈ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷേധം ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടന്ന് പറഞ്ഞൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇത് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലാവുന്നു? ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പത്രങ്ങൾ വന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടി ഒരു വിഷയം പെട്ടെന്ന് കാട്ടു തീ പോലെ സ്പ്രെഡ് ആവുന്നു.
മനസ്സിലാവുന്നു? അപ്പൊ അത്തരത്തിൽ മോനെ ഈ ഫോൺ ഇങ്ങനെ ഒന്ന് പിടിച്ചേ, ഈ മുന്നോട്ട് പിടിച്ചാൽ. അപ്പൊ ഈ കാട്ട് തീ പോലെ ഇതെന്ത് ചെയ്യുന്നു, അങ്ങ് സ്പ്രെഡായി മാറുക. യഥാർത്ഥത്തിൽ അത് വലിയ ഒരു പ്രശ്നത്തിന് കാരണമായി മാറി. എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഈ ജെൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ജെൻസി എന്ന് പറയുന്നതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ മനസ്സിലാവും. നാളുകളിൽ നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗമാകുന്നവരാ. ഞാൻ ഉറപ്പായിട്ട് ഞാൻ സോഷ്യൽ മീഡിയക്ക് എതിരല്ല. സോഷ്യൽ മീഡിയയിലൂടെ സമ്പത്തുണ്ട്. മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ് എല്ലാം ഇപ്പൊ ഏതാണ്, നമ്മൾ ഈ പറയുന്ന ചാനലുകൾ വഴിയോ ഒന്നും അല്ല. ഈ ചാനലുകൾ വഴി വരുന്ന സാധനവും കട്ട് ചെയ്ത് എവിടെ എടുത്തിടുന്നോണ്ടാണ് ജനം അറിയുന്നത്. ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയല്ല ആൾക്കാര്. മനസ്സിലാവുന്നോ? അപ്പൊ അത് ആലോചിച്ചോണം. ഒന്ന് ഈ ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നത് മാതാപിതാക്കൾ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല. ഈ യുഗം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതിനകത്ത് അഡ്വാൻസ്ഡ് ആയ സിസ്റ്റം വരാൻ പോവാ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ, അതായത് ഇതിനെ പറ്റി പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 1997 മുതൽ ഒക്കെ ജനിച്ചവര്, മനസ്സിലാവുന്നു? ഇന്റർനെറ്റിന്റെ സ്പീഡ് ഇന്റർനെറ്റ് വരുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ തുടക്കം. മനസ്സിലാവുന്നു? ഇത് ഇവര് ഒരു 13 വയസ്സിനും 28 വയസ്സിനും താഴെയുള്ളവരെല്ലാം അതൊരു ആവറേജ് നമ്മൾ വെക്കുന്നതേ ഉള്ളൂ. അവരെല്ലാം നമുക്ക് എന്തോ പറയാം, ജെൻസി എന്ന് പറയാം. മനസ്സിലാവുന്നു? അപ്പം ഇവരുടെ ജനറേഷൻ, ഇവരെ വേറൊരു പേരൂടെ അറിയാമോ നിങ്ങൾക്ക്? ഐ ജനറേഷൻ എന്നാണ് ഇവരെ വിളിക്കുന്നത്. എന്ത് ഐ ജനറേഷൻ? ഇൻഫർമേഷന്റെ ഏറ്റവും വലിയ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഇവരെ സൂമേഴ്സ് എന്ന് വിളിക്കും. ZOMER, മനസ്സിലായി? സൂമേഴ്സ് എന്ന് വിളിക്കും. കുഞ്ഞുങ്ങളെ പോലൊക്കെ. അപ്പം ഇതാണ് അവരുടെ മറ്റേ പേരെന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അതുകൊണ്ട് ഇവന്മാരെ അങ്ങനെ വിളിക്കുന്നതിന് കാരണം എന്തോന്നറിയാമോ? ഇവരെന്തോ ചെയ്യുന്നേ, യവന്മാര് ഫോണിനകത്തൂടെ ജനിച്ചവന്മാരാ. മനസ്സിലായ? യവന്മാര് ഫോണ് യവന്മാരുടെ ഒരു സംഭവമാണ്. പിന്നെന്താ, സോഷ്യൽ മീഡിയമാരുടെ ഒരു പ്രശ്നമാണ്, ഫാസ്റ്റ് ഇന്റർനെറ്റ്. അപ്പം ഇവരെ ജനറേഷൻ ഇസഡ് അല്ലെ ജെൻസി എന്ന് വിളിക്കുന്നതിന് കാരണം എന്തെന്ന് പഠിച്ചോ? എന്തൊക്കെ? സ്മാർട്ട് ഫോണ്, സോഷ്യൽ മീഡിയ, ഫാസ്റ്റ് ഇന്റർനെറ്റ്. നിങ്ങൾ ആലോചിച്ചോണം, ഇപ്പൊ ഇന്റർനെറ്റിന്റെ സ്പീഡ് എത്രയേ ഉള്ളൂ. നാളെ ഈ സാധനം എന്താ വരാൻ പോന്നേ? ഇതിന്റെ 100 കണക്കിന് മടങ്ങ് സ്പീഡേ വരും. കാരണം എന്താ, നിങ്ങളൊക്കെ പഠിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം ഇറയൊക്കെ വരാൻ പോകുന്നത്. മനസ്സിലാവുന്നു? ഭയങ്കരമായ രീതിയിൽ. അപ്പൊ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ് എങ്ങനെ നിൽക്കുന്നു, അതിന്റെ 100 മടങ്ങ് ആ സ്പീഡൊന്ന് ചിന്തിക്കാൻ പറ്റൂ? അപ്പോഴത്തേക്ക് ഈ ബിസിനസ്സുകളെല്ലാം സ്വാഭാവികമായിട്ട് എങ്ങോട്ട് നീങ്ങും? ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവർക്ക് നിരോധിച്ചപ്പോ ഉണ്ടായ പ്രശ്നം എന്താണ്? മെന്റലി തകർന്നു പോയില്ലയോ? സ്ട്രെസ് ആയില്ലയോ? ഭയങ്കര പ്രോബ്ലംസ്. ഇവർക്ക് ഫ്രസ്ട്രേഷൻ ആയി. മനസ്സിലാവുന്നു? വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ശക്തമായിട്ട് ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നത്. മനസ്സിലാവുന്നു? യവന്മാര് വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്തോ ഇങ്ങനെ ഇതിനകത്തൂടെ ജീവിക്കുകയായിരുന്നു. അതായത് യവന്മാരുടെ ഗുണം എന്തൊക്കെയാന്ന് പറയാം. ഈ ജെൻസികളുടെ ഗുണം അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്രത്യേകത? ഒന്ന്, യവന്മാരുടെ പ്രശ്നം എന്തെന്നറിയാം? ഡിജിറ്റൽ നെറ്റീവ്സ് എന്നാണ് ഇവരെ പറയുന്നത്. ഡിജിറ്റൽ നേറ്റീവ്സ്. മനസ്സിലാവുന്നു? ഞങ്ങൾ ജീവിക്കുന്നതിലോട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ ജീവിതമല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളെല്ലാം മനസ്സിലാക്കുന്ന എവിടുന്നാ? സോഷ്യൽ മീഡിയ ഇന്റർനെറ്റിൽ നിന്ന് മനസ്സിലാവും. വേണമെന്നുണ്ടെങ്കിൽ അപ്പന്റെ പേര് അടിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സിലാവുന്ന. അങ്ങനെ ഞാനൊരു നിസ്സാരവൽക്കരിക്കുക അല്ല. കാലിഫോർണിലെ കുട്ടിയുടെ പിന്നെ ആദമിന്റെ ആദം ചോദിച്ചെങ്ങനെയായിരുന്നു? ആദം റെയിൻ അങ്ങനെയല്ലേ അവന്റെ പേര്? ആദം റെയിനെ എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചാൽ അവന് എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു? അവനുമായിട്ട് അങ്ങ് ഭയങ്കര ബന്ധമായി. ഓരോ പേരിൽ അലക്സ നീ ഫാൻ ഓഫ് ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ എന്നുള്ളത് പോലെ ഭയങ്കര ഡീപ്പ് റിലേഷൻഷിപ്പായി. മനസ്സിലാവുന്നു? അങ്ങനെ യവൻ എന്തോ ആത്മഹത്യയെ പറ്റി ചോദിച്ച് അത് മനസ്സിലാക്കി യവൻ കയറി ആത്മഹത്യ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയക്കെതിരെ ആര് പരാതി കൊടുത്ത? അവന്റെ അമ്മ പരാതി കൊടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇവരെ നമ്മൾ എന്തോ പറഞ്ഞേ? ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാ പറയുന്നത്. ഈ വാഴയൊക്കെ കാണിച്ചു കേട്ടോ. മനസ്സിലാവുന്നോ? ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാ വിളിക്കുന്നത്. ഇവർക്ക് സോഷ്യൽ അവയർനെസ് കിട്ടുന്നു. ഇവര് രാജ്യത്തെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി മനസ്സിലാക്കുന്ന എവിടുന്നാ? ഈ സോഷ്യൽ അവയർനെസ് ഈ നെറ്റിൽ നിന്ന് തന്നെ. മനസ്സിലാവുന്നോ? അപ്പൊ അവരുടെ ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റി അവര് സംസാരിക്കുന്നത് ഏത് വഴിയാ? സോഷ്യൽ മീഡിയ വഴിയാ. അതോടൊപ്പം തന്നെ ഈ റേസിൽ, അതായത് ഈ ജാതിപരമായ, വർണ്ണപരമായ, മതപരമായ ഇതൊക്കെ അവന്മാരെന്തോ ഇതിനകത്തൂടെ ഓപ്പോസ് ചെയ്യുന്നത്. അവന്മാർക്ക് ജാതി മതവും ഇതിനകത്തൊന്നും ഒരു വിഷയവും വരുന്നില്ല. ഇനിയിപ്പോ ഇവിടെ എത്ര കടന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ഇത് ഇൻവോൾവ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായോണ്ടല്ലേ, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ് അവന്മാർക്ക്.
കാരണം എന്താ? ബിക്കോസ് ദേ ഓർഗനൈസിങ് ഇൻ മിനിറ്റ്സ് ആ. മനസ്സിലാവുന്നു? ആശയം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഏട്ടാ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ ആക്റ്റീവ്ലി ഇൻവോൾവ് പ്രൊട്ടസ്റ്റ് ആൻഡ് ഓൺലൈൻ ആക്ടിവിറ്റീസ് ഇവന്മാർ വളരെ സജീവമാണ്. ഗെയിം തന്നെ കളിക്കുന്ന കണ്ടിട്ടില്ലേ? 1-2 പേരാണോ? 4-5 പേര് ഒരുമിച്ചിരുന്ന ഗെയിം കളിക്കുക ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ. പിന്നെ ഇവരുടെ കാരണം ഇവരുടെ മെന്റൽ ഹെൽത്ത്. ഞാനിപ്പോ അമ്മരോട് പറഞ്ഞു സോഷ്യൽ അവയർനെസ് അമ്മർക്ക് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്താണെന്നറിയോ? ഇവന്മാരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവരുടെ ആൻസൈറ്റിയാ. അത് പട്ടിയുടെ കേട്ടോ. ആൻസൈറ്റി, കൺഫ്യൂഷൻ, ഡിപ്രഷൻ, ഇവർക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ. ഇതില്ലെന്നുണ്ടെങ്കിൽ അമ്മരങ്ങ് പൊട്ടിത്തെറിക്കും. മനസ്സിലാവുന്നോ? അതെ. അപ്പൊ യവന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് കെയർ പോലും യവന്മാർ ഇതിനകത്ത് നിന്നാ മനസ്സിലാക്കുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ ഇവർക്ക് ഇതിനകത്ത് നിന്ന് തന്നെ ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ഇവർക്ക് നമ്മൾ എപ്പോഴും എവിടെ കൊടുക്കണം? അതാ ഞാൻ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയെ പറ്റിയൊക്കെ വ്യക്തമായ ഒരു പഠനം നിങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടാവണം. അവയർനെസ് ക്ലാസ്. അതാ ഞാൻ പറയുന്നത്, ലീഗലി, സെക്ഷൽ എഡ്യൂക്കേഷൻ, ഇന്റർനെറ്റ് എഡ്യൂക്കേഷൻ, പിന്നെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എഡ്യൂക്കേഷൻ, AI എഡ്യൂക്കേഷൻ. ഇത് വരേണ്ട കാരണം എന്താന്ന് ചോദിച്ചാൽ പണ്ടെന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കല്ലൂടെ മനുഷ്യൻ പോയിക്കൊണ്ടിരുന്നേ. ഇന്നത്തെ കൂലിപ്പണി നടക്കുന്ന എവിടാ? ജെൻസിയുടെ കൂലിപ്പണി എന്ന് പറയുന്നത് എന്താണ്? പഴയ ഇപ്പോന്ന് പറഞ്ഞാൽ ഇതിനകത്തൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, ഇതിനകത്തൂടെ ഗാംബ്ലിംഗ് ചെയ്യുന്നു, ഇതിനകത്തൂടെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നു, ഇതിനകത്തൂടെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. യൂട്യൂബ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, ഫേസ്ബുക്കിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നു. ഫേസ്ബുക്കിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മളും തെളിച്ചില്ലേ? നമുക്ക് ഇല്ലയോ? അപ്പം ഫേസ്ബുക്കിൽ കൂടെ പൈസ തരുന്നു. അപ്പൊ നമ്മൾ ചെറുതായി ചെയ്യുന്നു. അപ്പൊ ഈ കഴിഞ്ഞൊരു ദിവസം എന്റെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നിരുന്നു. ഒരു കല്യാണം വിളിക്കാൻ വന്നു, പേര് പറയുന്നില്ല. അവർക്ക് ഈ ഓണത്തിന് പരസ്യം തന്നെ, ഓണത്തിന്റെ സമയത്തെന്ന് പറഞ്ഞാൽ അവർ നല്ലോണം പരസ്യം ചെയ്തു എന്ന് പറഞ്ഞു. കാരണം ദേഹം മോർ ദാൻ എത്ര 3 lakhs ആണെന്ന് തോന്നുന്നു കേട്ടോ. 3 lakhs 5 lakhs ആൾക്കാർ എന്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഉടനെ ഇവന്മാർ എന്ത് ചെയ്യുന്നറിയാം? അവർക്ക് ഈ ഓണത്തിന് കിട്ടിയ പൈസ എത്രയാണ്? 4 ലക്ഷം രൂപ കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഓണം അടിച്ചു പൊളിച്ചൂടെ? നമ്മ 2-3 പേര് ഒരുമിച്ചാ ചെയ്യുന്നേ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം സാധ്യതകൾ എവിടെ ഉണ്ട്? ജൻസിക്ക് ഇതിന്റെ ജോലി ചെയ്യാം. പണ്ടത്തെ കാലത്ത് നമ്മളെന്ന് പറഞ്ഞ നമ്മുടെ ആൾക്കാർ എന്തോ പറയുന്നത് അറിയാം, ഒരുത്തൻ ജോലി ചെയ്ത് ജീവിക്കുവാന്ന് പറഞ്ഞു. ഇതങ്ങ് പഠിച്ചു വെച്ചോണം കേട്ടോ. ഇപ്പൊ ഈ പഴയ കാലഘട്ടത്തിൽ, ഇപ്പൊ നിങ്ങളുടെ അമ്മയുടെ കാലഘട്ടത്തിൽ, എന്റെ കാലഘട്ടത്തിൽ ഉള്ളൊരുത്തൻ ഇങ്ങോട്ടൊന്ന് വെച്ചോ പറയുന്നേ. എന്റെ കാലഘട്ടത്തിലൊക്കെ ഉള്ളൊരുത്തന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവര് ജോലി ചെയ്തു എന്ന് നമ്മുടെ അമ്മയോ അപ്പനോ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഈ പോച്ചെല്ലാം അറുത്ത് കെട്ടിവെച്ചാ അവര് പറയും ജോലി ചെയ്ത്. ഒരു പാറ അടിച്ചു പൊട്ടിച്ചാ ജോലി ചെയ്ത്. കാരണം എന്താ പറയുക, ഫിസിക്കലി ചെയ്താലേ അവര് വിശ്വസിക്കും. പക്ഷെ ഈ വന്ന കാലത്ത് ആ ഫിസിക്കൽ ജോബ് ഇല്ല. മനസ്സിലായോ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മെഷീൻസ് എല്ലാ ജോലിയും ചെയ്യാൻ പ്രാപ്തരാ. നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടായാൽ മതി. പക്ഷെ പിള്ളേർക്ക് ഇപ്പൊ എത്രയാണ്? ഭയങ്കര നോളജ് വന്നു, എക്സ്ട്രാ നോളജ് വന്നു കഴിഞ്ഞു. അവരിപ്പോ അന്നേരം അതിനകത്തൂടെ അവർ ടെക്നോളജി യൂസ് ചെയ്താണ് ഇപ്പൊ പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ അന്നത്തെ പാറപ്പണിയാണ് ഇന്ന് ഫേസ്ബുക്കിൽ ഇരുന്നുകൊണ്ട് ഈ ചെയ്യുന്ന ഓരോ പരിപാടികളും. മനസ്സിലായി? മോട്ടിവേഷൻ ചെയ്യാം, ഇൻസ്പിറേഷൻ ചെയ്യാം, കഥകൾ പറഞ്ഞു കൊടുക്കാം, പ്രസംഗം പറഞ്ഞു കൊടുക്കാം, പ്രസംഗം പഠിപ്പിക്കാം, പാട്ട് പഠിപ്പിക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഈ പറയുന്ന അതുപോലെ തന്നെ എന്ത് ചെയ്യും? പണം സമൂഹത്തിൽ വരുമ്പോൾ ടെക്നോളജി വേറെ വരും. നമ്മൾ ഈ പറയുന്ന എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന ടെക്നോളജികൾ വന്നു കഴിഞ്ഞു. മനസ്സിലാവുന്നോ? മുടി വെട്ടുന്നതിന് ഒരു സംവിധാനം, ആളില്ലാതെ തന്നെ മുടി വെട്ടാവുന്ന സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യൻ പ്രസവിക്കാൻ പോലും വേണേ എന്ത് ചെയ്യും? മെഷീനുകൾ സഹായിക്കുന്ന റോബോട്ടുകൾ വന്നു കഴിഞ്ഞു. മനസ്സിലാവുന്നു? നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ, AI-യുടെ ഭയങ്കര ഒരു അഡ്വാൻസ്മെന്റ് വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ട് വേറെ കാര്യമില്ല. അപ്പൊ ഇനി വരുന്ന ഇപ്പോഴത്തെ പഴയ തലമുറ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതിലൂടെ ഞാനിപ്പോ അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലേ? മെന്റൽ ഹെൽത്ത് അവർ ഇതിനകത്തൂടെ സെൽഫ് കെയർ ആവുന്ന ഇതിനകത്തൂടെ. പിന്നെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് തിങ്കേഴ്സാ. മനസ്സിലായോ? വേറെ ഒരുത്തം പറഞ്ഞു തന്നാലൊന്നും വലിയതായിട്ട് അതിന്റെ പുറകിലൊന്നും നടന്ന് അതൊന്നും ചിന്തിക്കത്തില്ല. മനസ്സിലായോ? ഇവർക്ക് പേഴ്സണൽ ഫ്രീഡം ഉണ്ട്, ഇവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഇവർ സെൽഫായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇവർക്ക് ചില കാര്യങ്ങൾ റിജക്ട് ചെയ്യണമെങ്കിൽ അവർ റിജക്ട് ചെയ്യും. ആണും പെണ്ണും കൂടെ ഒരുമിച്ചിരിക്കുക. ഇന്നലെ കണ്ട് ഇല്ല മൊട്ട അരുൺ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ടറില്. എന്തുവരുന്നു എന്നാലും നേക്കൂട്ടം പറയുന്നതായിട്ടായിരുന്നല്ലോ. എന്ത് പറഞ്ഞു? സിറ്റുവേഷൻഷിപ്പ്. വേറെ ഏതാണ്ടൊക്കെ അവർ പിള്ളേർ പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണും പെണ്ണൂടെ അവർ ഇങ്ങനെയാണെന്നറിയോ? ഞാൻ പറഞ്ഞു തരുന്ന വെച്ചോണ്ട് ഇതൊന്നും കേട്ട് പഠിക്കരുത്. അല്ല പഠിക്കുകയല്ല, നിങ്ങളത് മനസ്സിലായിരിക്കും. എനിക്ക് അതിനകത്തൊന്നും ഒരു വിഷയമുള്ള ഒരാളല്ല. അപ്പം
എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എന്നോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിനെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. എന്തൊരു പൊട്ടന്മാരാണ് ഈ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആയാലും പപ്പയ്ക്കൊക്കെ അഭിമാനമുള്ളൂ. കാരണം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കൺസെപ്റ്റ് അല്ല. നിങ്ങളെ ഞാൻ പ്രാപ്തരാക്കി. എന്തിനാ? നിങ്ങൾ എങ്ങനെ ഒരാളോട് പെരുമാറണമെന്ന് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. മനസ്സിലാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുന്നതിനോ നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കുന്നതിനോ ഒന്നും ഞാൻ എതിരല്ല. ആൾക്കാർ ചിലപ്പോൾ എന്നെ എതിർക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ എതിർക്കാനല്ലല്ലോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഈ സമൂഹത്തോട് നിൽക്കാൻ. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് പിന്നെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏതൊരു വിഷയം പറയുമ്പോൾ ഇത് രാഹുലിനെ കൊണ്ടുവന്ന് ന്യായീകരിക്കേണ്ട വന്നല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കിപ്പം. ഇതുകൊണ്ട് അത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ആണും പെണ്ണും ഇക്വാളിറ്റി കറക്റ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീരുമാനം എടുക്കുന്നതിനകത്തും ജീവിതത്തിലും എല്ലാ കാര്യത്തിലും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. മനസ്സിലാവുന്നു? ടീച്ചേഴ്സിനോട് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ നിങ്ങളെ ഭയപ്പെടുകയല്ല. അപ്പൊ നിങ്ങൾ ഫിസിക്കലി വീക്ക് ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തേ, നിങ്ങളെ ഞാൻ കരാട്ടയ്ക്ക് വിട്ടത്. മനസ്സിലാവുന്നു? എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ എന്ത്, ഞാൻ നേരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കണം ജീവിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളായതുകൊണ്ടും അവർ കരുത്തരാണെന്നും മാനസികപരമായി അല്ല, അത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്ന് നിങ്ങളെ എല്ലാ കാര്യമായി സമൂഹത്തിലുള്ള ശരിയും തെറ്റുമായുള്ള കാര്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതാണ്. പക്ഷെ അതിനെ ഫിൽട്ടർ ചെയ്യേണ്ടത് ആരാണ്? ആ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആരാണ്? നമ്മളെ. മനസ്സിലാവുന്നു? ഇതേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ ഒരാൾ മാത്രം തെറ്റുകാരാകുന്ന ഒരു സംസ്കാരം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകത്തില്ല. ഒരു വക്കീലാ പറയുന്നത്. കോടതിയുടെ അടുത്തൊന്നും ഇത് നടക്കത്തില്ല. നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മനസ്സ് തകരാതെ നിങ്ങളെ നോക്കണം. മനസ്സിലായോ? ആ പെൺകുട്ടിയോടൊപ്പം അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ അവൻ ശിക്ഷ വാങ്ങിച്ചോട്ട്, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അത് നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അതുകൊണ്ടാണ് ഈ സമൂഹം എല്ലാം എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രശ്നത്തിന് കൂടെ. പിന്നെ ഇതിനകത്തെല്ലാം രാഷ്ട്രീയമായി പോയി. ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ ഭരണം മാറുന്ന ഒരു തലത്തിലേക്ക് മാറി. അതൊന്നും ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. നിങ്ങൾ നല്ല സ്റ്റാൻഡേർഡ് കുഞ്ഞുങ്ങളായിരിക്കണം. മനസ്സിലാവുന്നു? അപ്പൊ ഞാൻ ഈ പറഞ്ഞ വേറൊരു സംഭവം എന്ത് പറഞ്ഞു ഞാൻ അവസാനം പറഞ്ഞു വെച്ചേ, ഇപ്പൊ നേഹമുള്ള ഒരു കാര്യം പറഞ്ഞു. ഇതെനിക്ക് എന്റെ അറിവിനകത്തുള്ളതല്ല. ഞാനിപ്പം പറഞ്ഞെന്തോ എന്നോട് കാണിക്കും. അല്ല, കുഞ്ഞിനെ കാണിച്ചാൽ മതി. കുഞ്ഞെന്തോ പറഞ്ഞു. ഇപ്പൊ മോള് ഇപ്പൊ എന്നോട് എന്തോ പറഞ്ഞു? ഞാൻ ജെൻസ്, അത് ജനറേഷൻ ഇസഡ് അല്ല, ജെൻസി അല്ല, പിന്നെന്തോന്ന് പറഞ്ഞു? എന്താ ഈ ജെൻ ആൽഫ എന്ന് പറഞ്ഞ? ഹായ്, 2013 മുതൽ 2025 വരെയുള്ള ഓക്കെ. 2013 തൊട്ടാ ജെൻ ആൽഫ തുടങ്ങുന്നത്. ഓ, അങ്ങനെയുണ്ട്. സത്യത്തിൽ കണ്ടോ? അപ്പൊ ഇത്രയൊക്കെ പറയുന്നത് ജെൻ ആൽഫ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന 2012 ശേഷമുള്ള ഒരു തോട്ടാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ജെൻ ആൽഫ ഞാൻ കേട്ടിട്ടുണ്ട്. 2025 മുതൽ പോകുന്നതൊക്കെ ജെൻ ആൽഫ വരുന്നതാണ്. നിങ്ങള് കാലം അല്ല, ഞാൻ ജെൻസറാണ്, ജെൻസി ആണ്. ഇതൊക്കെ നിങ്ങൾ എവിടുന്ന് പഠിക്കുന്നത്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ അറിയും? ഇന്റർനെറ്റ്. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് ഒരു ഇന്റർനെറ്റ് നോക്കുന്നില്ലല്ലോ. ഇതൊക്കെ എപ്പം മനസ്സിലാക്കി? ഞങ്ങൾ ഇടിക്കല്ലേ? നമുക്ക് ഇന്റർനെറ്റിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യും. നമുക്ക് നമ്മുടെ ഈ പീരീഡിനൊക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി വളരെ. ഞങ്ങൾ ആൽഫ എന്ന് പറഞ്ഞു കൊടുത്തേ. ജെൻ ആൽഫ 2013 മുതൽ 2025 വരെയുള്ള കാലഘട്ടം. അവരെ മില്ലിനിയൻസ് എന്നെന്താ കണ്ടോ വിളിക്കുന്നത് അവരെ. പിന്നെ അവര് ഡിജിറ്റൽ ഭയങ്കര മുന്നോട്ട് വരുന്നവരായിരിക്കും. ഡിജിറ്റൽ വേൾഡിനകത്തൊക്കെ ഇവരെക്കാളും ഒക്കെ ഭയങ്കര ഭയങ്കര AI കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഈ ടെക്നോളജിയിലൊക്കെ മുന്നിലോട്ട് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും. പിന്നെ ബുദ്ധിയൊക്കെ നല്ലതായിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ജെൻ ആൽഫയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ഡിഫറെന്റ് തോട്ടുകളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആണോ? നിങ്ങൾക്ക് ഈ പറയുന്ന ഈ കാലഘട്ടം ഞങ്ങൾ ചിന്തിക്കുന്നതിനോട് ചിന്തിക്കാൻ കഴിയുമോ? ഇതുപോലെ ആണും പെണ്ണുമായിട്ട് ഒരു അകലം വേണോ, അങ്ങനെ വേണോ എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഒരു വിഷയമാക്കി എടുക്കുന്നതേ ഇല്ല ഞങ്ങൾ ഈ പീരീഡിലുള്ള ആൾക്കാർക്ക്. കാരണം അതെന്താ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി നിർത്തുന്നു, അത്രയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളെ ചീത്ത വിളിക്കത്തില്ലേ? പക്ഷെ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്കിപ്പോ ചിന്തിക്കാനുള്ള തോട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ വേൾഡിലുള്ള ഒരു കുട്ടിക്ക് പോലും ഇന്റർനെറ്റ് യൂസ് ചെയ്യാതിരിക്കാൻ അറിയത്തില്ല. മീൻസ് എല്ലാവർക്കും ഇന്റർനെറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചെറിയ കുട്ടിക്ക് പോലും അറിയാം. അപ്പൊ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് എങ്ങനെയുള്ളതായിരിക്കണം? ഈ ടെക്നോളജിക്കൽ പരമായിട്ടുള്ളതൊക്കെ ആയിരിക്കണം. അപ്പൊ ഞങ്ങൾക്ക് അതിനോടാണ് കുറച്ചുകൂടെ ക്രേസ് ഉള്ളത്. അപ്പൊ ഇന്റർനെറ്റ്, ടെക്നോളജി അതെന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി, അതൊക്കെ ഈ പീരീഡിലും ഈ ഒരു ജനറേഷനിലുള്ള ഒരു പുതിയ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ജെൻ സെഡ് പീരീഡ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാണ് അറിയുന്നത്. അതായത് നമ്മൾ ഡിജിറ്റൽ നിങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, എന്നെക്കാൾ നല്ലോണം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സാധനം. നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജനിക്കുന്ന വിദ്യാർത്ഥികളും കുട്ടികളും ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ അതിനിപ്പോ പഴയ ആൾക്കാര് നമ്മളെ പറ്റി തെറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു യുഗത്തിലാണ് ജനിക്കുന്നത്. അതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആൻഡ് ക്യൂരിയോസിറ്റി. സോ ഞങ്ങൾ അതിനെ തന്നെ ഡിസ്കവർ ചെയ്യും. പുതിയ ഇപ്പൊ ഞങ്ങളുടെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ പുതിയ ആപ്പുകൾ കണ്ടുപിടിച്ചു. അതിന് തന്നെ ഏതാണ്ട് 560 കോടി രൂപയൊക്കെ ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഓരോ സോഷ്യൽ മീഡിയയിലൂടെയും പ്ലാറ്റ്ഫോമുകളിലൂടെയും പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ജനറേഷൻ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെയാണ് ഞങ്ങൾ നിങ്ങളിപ്പോ ഈ സാധാരണ ഇപ്പൊ നമ്മളോടൊക്കെ നിങ്ങൾ ഈ സാധാരണ ഞങ്ങൾ ഈ പറയുന്ന ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ജോലിയെ പറ്റി വിശ്വസിക്കുന്നേ? ഞങ്ങള് സ്മാർട്ട് വർക്കിനെയും കൂടെ ഹാർഡ് വർക്ക് കൂടെ ഷാർപ്പ് വർക്ക്. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നത്? നിങ്ങൾ എവിടെ പഠിക്കുന്നത്? അല്ല, അത് നിങ്ങൾ ഇങ്ങനെ ആനുകാലികമായി അതിനെ ഒരു ഐ മീൻ വാട്ട് നിങ്ങൾ യൂസിങ് യുവർ ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ്സ് നോട്ട് ഓൺലി എന്താന്ന് പറയുക ഒരു നോളജ് അല്ലത്, മനസ്സിലാവുന്നു? ഇറ്റ്സ് ആക്ച്വലി ഡിഫറെന്റ് തിങ്. നിങ്ങളെ സംബന്ധിച്ച് അന്നേരം നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. കാരണം ഇല്ല, അമ്മച്ചിയുടെ അടുത്ത് നമ്മൾ അവിടെ ഇരിക്കുന്ന അമ്മച്ചിയുടെ അടുത്ത് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുക, അമ്മച്ചി ഇത് അംഗീകരിക്കും ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ തോട്ട് പ്രോസസ്സുകൾ ഡിഫറെന്റ് ആണ്. അന്നേരം ഈ വരുന്ന ഒരു തലമുറയുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? അങ്ങനെ ആകുമ്പോൾ ഇന്ത്യയിലും എവിടെ ആയാലും ഒരു പ്രതിസന്ധി ഉണ്ടാകും, ഒരു വിഷയം ഉണ്ടാകാൻ നാട്ടിലൊരു കലാപമൊക്കെ ഉണ്ടാവുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് യൂത്തിനൊക്കെ ഒരുമിക്കണമെന്നുണ്ടെങ്കിൽ മിനിറ്റുകൾ മതിയല്ലേ? ഞങ്ങള് മണ്ടരൊന്നുമല്ല, ഞങ്ങൾ വളരെയധികം ഓരോ സമയം ഇങ്ങനെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് സെർച്ച് ചെയ്യുന്ന ഓരോ ടൈപ്പ് കുട്ടികളാണ് ഞങ്ങൾ. പക്ഷെ അത് നിങ്ങളെ സമൂഹത്തിലെ കുറച്ച് ആൾക്കാർ മാത്രം സിസ്റ്റത്തിനെതിരായിട്ട് വരുന്നത്. ജെൻസി ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജെൻസി ഇങ്ങനെയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജെൻ ജിസിയാന്ന് പറയുന്ന എന്തോ പുതിയ ജെൻസിയാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൽഫ ജനറേഷൻ ആണ്. 2025 മുതൽ 2030 വരെയുള്ള 2025 കോണ്ടമെറയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കാണാം. ഞങ്ങള് പക്ഷെ ഇപ്പോഴും ജനറേഷനിലെല്ലാം ലാലു ഇവരൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകലോടാ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കൊച്ചുകാനിലെന്ന് പറഞ്ഞാൽ ഇവിടെ പറങ്കാവൊക്കെ ഉണ്ടെന്നുണ്ടെ അവിടെ പോയി പറക്കേണ്ടിയൊക്കെ എറിഞ്ഞിട്ട് നമ്മളൊരു തീപ്പെട്ടി എന്തായാലും കുട്ടിയും കോലും കളി, തീപ്പെട്ടി കളി, ഇളിത്തട്ട് കളി, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ കളി. താങ്ക് യു ഷീന. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ കുറച്ചുകൂടെ കുറഞ്ഞു എങ്കിലും കണക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻസും നിങ്ങൾ എല്ലാ സാധനവും ഇപ്പൊ പ്ലാവ് എന്തോന്ന് ചോദിച്ചാൽ വന്ന് കാണുന്നതിലുപരി നിങ്ങൾ ഉടനെ ഇന്റർനെറ്റിൽ പ്ലാവ് അടിച്ചങ്ങ് നോക്കുക. അതിന്റെ ആവശ്യമാണുള്ളത്. നമ്മുടെ വിരൽത്തുമ്പിൽ അറിവിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അത്ര ഓർത്ത് വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു സെർച്ച് ആപ്സ് ഉണ്ട്. അപ്പൊ അതില് പുതിയ ചാറ്റ് ജിപിടി, പെർപ്ലെക്സിറ്റി, ജെമിനി തുടങ്ങിയ കുറെ മോഡൽ ആപ്സും മറ്റൊക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ടല്ലോ. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാലും പക്ഷെ ഇപ്പൊ ഇവിടെ കുറച്ചുപേർ ആനയിക്കുന്ന വേറൊരു കാര്യമാണ്. ഇപ്പൊ ചാറ്റ് ജിപിടി മറ്റും വിദ്യാർത്ഥികൾ യൂസ് ചെയ്യുമ്പോൾ അവരുടെ പ്രാക്ടിക്കൽ തിങ്കിങ് കുറഞ്ഞു പോകുന്നുള്ളത്. നമ്മൾക്ക് അവിടെ ഒരു അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള ഒരു ഇത് അതൊക്കെ ശ്രദ്ധിക്കേണ്ടെന്ന്. അങ്ങനെ കുറയുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ 2 വർഷം എന്നുള്ളത് മാറ്റി 2025 മുതല് 1 വർഷം ബിഎഡിന്റെ കാര്യമാണെന്ന് പറഞ്ഞു. അത് കാരണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി പഠിപ്പിക്കേണ്ട കാര്യമില്ല. 6 മാസം തിയറി, 6 മാസം പ്രാക്ടിക്കല്. 6 മാസം തിയറി. ബിഎഡ് ഇപ്പൊ 1 വർഷമേ ഉള്ളൂ. 2025 മുതൽ നാഷണൽ ലെവലിൽ ആണോ? എന്തായാലും ഉപകാരമാണല്ലോ. 2 വർഷം കൊണ്ട് കുട്ടികളും സത്യമാണേ. ഞാൻ ബദരിയ ബിഎഡ് കോളേജിലാ ബിഎഡ് പഠിച്ചത് 2014 സത്യത്തിൽ എന്തോന്നറിയാം, 1000 കാര്യങ്ങൾ വരപ്പിക്കുക. അത് എന്തുവായിരുന്നത് പേപ്പർ. കാലത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ 6 മാസം എന്ത് വേണം? പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് മീൻസ് വാട്ട്? ഫ്രം സ്കൂൾ. കുട്ടികളുമായിട്ട് നിങ്ങൾ അറിയുന്നതാണ് പഠിക്കുന്നത്. മനസ്സിലായോ? എന്റെ നേഹ ഈ ജെൻസ് ആൽഫ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിനപ്പുറത്ത് ജെൻ ആൽഫ, സോറി ജെൻസി എന്ന് പറയുന്നത് എനിക്കറിയാം, ജെൻ ആൽഫ. പക്ഷെ ഞാൻ അതിങ്ങനെ പറയുന്നതിന്റെ കാരണം ഒരു ക്യൂരിയോസിറ്റിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേര്, പ്രത്യേകിച്ച് നിങ്ങൾ ഫോൺ തരുന്നത് ഞങ്ങൾ ഇച്ചിരി സമയത്തെ നിങ്ങൾക്ക് ഫോൺ തരാറുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് നിങ്ങൾ അത് എപ്പോ പക്കി എടുക്കുന്നെന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലേ? ക്യൂരിയോസിറ്റി നമുക്ക് ഓൺ ദ സ്പോട്ട് വെച്ചോണ്ടിരിക്കരുത്. നമുക്കൊരു ഡൗട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പപ്പനുണ്ടല്ലോ, നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ വെച്ചോണ്ടിരിക്കരുത്. അപ്പൊ തന്നെ നമ്മൾ നോക്കും. മാക്സിമം ഗ്രാസ്പ് ചെയ്യാൻ നോക്കും. ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കിയായിരുന്നു. അല്ലല്ല ഒരു ചേട്ടാ ഒരു ബൂസ്റ്റ് കൊടുക്കണേ. ചെന്നു പറഞ്ഞു.
അപ്പൊ നമ്മള് പെട്ടെന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് ഇതിപ്പോ ഓരോ വേറെ തോട്ട് ഉണ്ട്, നമ്മള് ഫോൺ എടുത്തോണ്ട് മാറിയിരിക്കുന്ന വേറെ വല്ല പരിപാടിക്ക് വന്നല്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇൻഫർമേഷൻ ഗ്യാദർ ഇപ്പൊ ഒരു ഗെയിം കളിക്കുവാണെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് മാക്സിമം. മിസ്യൂസ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ ഒരു ഗെയിം കളിക്കുവാണെങ്കിൽ പോലും അവിടെ നമ്മൾ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി അപ്ഡേറ്റ് ചെയ്യുകയാണോ അതോ ഗെയിമിലെ മോഡൽസിനെ അപ്ഡേറ്റ് ചെയ്യാതെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ തന്നെ യൂസ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ നോളജും അവിടെ വരുന്നുണ്ടെന്നുള്ളത്. അത് ഭയങ്കരമാണ്. എനിക്കാണ് ഇപ്പോഴത്തെ ഒരു ഗെയിമും കളിക്കാൻ അറിയില്ല. സത്യം. നമ്മളാകെ ഇവിടെ ഇപ്പോഴും നെറ്റ് എടുത്താൽ ഞാൻ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ചെസ്. ഞാനിപ്പോ കളിക്കുന്ന എന്തോന്ന് വെച്ചാൽ ചെസ്. മനസ്സിലാവുന്നു? പിന്നെ കളിക്കുന്ന എന്ത് വരുന്നേ പസൽസ്. സുഡോക്കു. എന്തോ സുഡോക്കു പസിൽസ് കളിക്കും. പിന്നെ സുഡോക്കു അല്ല സോറി അത് തന്നെ. എന്റെ ഈ പസിലൊക്കെ കളിക്കുന്നത് നല്ലതാ. കാരണം എന്താണെന്നറിയാമോ? മൈൻഡ് ബ്ലോമിംഗ് ആയിട്ട്. ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം പടപടപടാന്ന് ചെയ്യും. അതിന്റെ മാസ്റ്റർ വരെ ഞാൻ കറക്റ്റ് പെട്ടെന്ന് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഓക്കെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ അതുകൊണ്ടല്ല ഞാൻ കൺക്ലൂഡ് ചെയ്യാതിരുന്ന എന്തോന്നറിയാമോ, ഇവരീ പറയുന്ന ആശയം നമുക്ക് ഒരാൾ കേട്ടാൽ മതിയെന്നേ. ഒരാൾ കേൾക്കുമ്പോൾ അവർക്ക് ആ അറിവ് കിട്ടണം. അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ ഒരു മാറ്റം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീഡം കൊടുക്കുക. അവൻ എന്തൊരു സാധനം, അവൻ ഇങ്ങോട്ട് വന്നോ, അവൻ ഭയങ്കര സാധനം, അവൻ ഇതിലെ വന്ന് പോട്ടെ നമ്മുടെ. അതുകൊണ്ട് അവന് കിട്ടിയോ? അപ്പൊ ഞാൻ ഇവിടെ നിർത്തുക കേട്ടോ. ലൈവ് വലിയ നടക്കാം. അവൻ ആ കടയിൽ വന്നതാ, ഇങ്ങോട്ട് വന്നതല്ല. ആണോ? എന്നാ പിന്നെ അവ ഇപ്പൊ ഇങ്ങോട്ട് വരും. എന്നാ പിന്നെ ഓക്കെ.